ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വമ്പൻ ട്വിസ്റ്റാണ് പതരമാറ്റിലുള്ളത്. അപ്പോൾ അതെന്താണെന്ന് അറിയാം, നമുക്കൊന്ന് കഥ ഒന്ന് കേട്ട് നോക്കിയാലോ അല്ലേ. അങ്ങനെ വേണുവിനോടും കുടുംബത്തോടൊക്കെ മുത്തശ്ശൻ ഭയങ്കര കർശന രീതിയിൽ ഇറങ്ങിപ്പോടാ എന്നിങ്ങനെ പറയാം. ആ സമയത്താണ് നമ്മുടെ നന്ദുവിൻ്റെ വരവ്. അപ്പോൾ പോലീസ് ജീപ്പ് ഇങ്ങനെ നിർത്തി നന്ദു പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വേറൊരു പോലീസുകാരോട് വരാൻ ശ്രമിക്കുകയാണ്. വേണ്ട, താൻ ഇവിടെ നിന്നു, ഞാൻ പോയി കൈകാര്യം ചെയ്തോളാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം തന്നെ ഞാൻ വിളിച്ചോളാം, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു നേരെ മുന്നോട്ട് ചെല്ലുകയാണ്. നന്ദുവിനെ കണ്ട് എല്ലാവരും മന്ദിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നന്ദുവിനെ കണ്ടപ്പോൾ തന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, നന്ദു മോളെന്താണ് ഈ വേഷത്തിൽ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും കനകവും പറയുകയാണ്, നന്ദു നീ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നത്? പോകാൻ നോക്ക് നന്ദു. അമ്മ എന്താമ്മ ഈ പറയുന്നത്? ഞാൻ അങ്ങനെ ഇടിച്ചു കയറി വന്ന ഒരാളൊന്നും അല്ല. എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ആ പരാതി കിട്ടിയുടെ പേരിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ നന്ദു പറയാ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അനാമികയാണെങ്കിൽ ഭയങ്കരയേറെ സന്തോഷത്തിൽ, അനാമികയ്ക്ക് ഈ ഒരു രംഗം കാണാൻ വേണ്ടിയാണ് അനാമിക നിന്നത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ അനാമിക നിൽക്കുകയാണ്. അപ്പോൾ ഈ ജലജ പറയണ, എടി നീ മനഃപൂർവ്വം വന്നതല്ലേ ഇങ്ങോട്ട്? നീ ആയിരിക്കും ഇവളോട് പരാതി പറയാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അല്ലേ? മനസ്സിലായടി നിന്റെ മനസ്സിലിരിപ്പൊക്കെ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അത്രയ്ക്കും ഗതികെട്ട പരിപാടിയൊന്നും ഞാൻ ഏതായാലും ചെയ്യാനായിട്ട് പോകുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമേ ഇല്ല. അനാമിക വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു നിശ്ചയം നടക്കുകയാണ്, എൻ്റെ ഭർത്താവും വേറൊരു പെണ്ണുമായിട്ടാണ് നിശ്ചയം, ആ നിശ്ചയം മുടക്കി തരണം എന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മുന്നിൽ വന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ ന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. എൻ്റെ കയ്യിൽ പരാതി കിട്ടിക്കഴിഞ്ഞാൽ മുഖം നോക്കാതെ കേസെടുക്കുന്ന ഒരാളാണ് ഞാൻ എന്നിങ്ങനെ നന്ദു പറയാം. അപ്പോൾ നമ്മുടെ ഈ ജാനകിയും പറയാണ്, നീ ആള് പഠിച്ച കളിയാണെന്നൊക്കെ അറിയാം, നിനക്ക് നിശ്ചയത്തിൻ്റെ അപ്പം തന്നെ വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിശ്ചയം കഴിഞ്ഞിട്ട് നിനക്ക് വന്നാൽ പോരായിരുന്നില്ലേ? എന്തിന് നിശ്ചയത്തിൻ്റെ ആ കറക്റ്റ് സമയത്ത് തന്നെ നീ വന്നു? അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇത് കനകൻ ചോദിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശനൊക്കെ പറയണം, അതേ മോളെ നിനക്ക് നിശ്ചയം കഴിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ വന്നിരുന്നെങ്കിൽ, നിശ്ചയം കഴിഞ്ഞിട്ടാണ് വന്നിരുന്നെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ആത്മാഭിമാനമൊക്കെ എനിക്കറിയാം, അതെല്ലാം നഷ്ടപ്പെട്ടു പോയാനായിരുന്നു, നിങ്ങളൊരു കള്ളന്മാരായി തീർന്നാനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയത്. ഇവരെനിക്കൊരു പരാതി തന്നു, ആ പരാതിയിലും കഴമ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ വേണു ആണെങ്കിൽ, സാറേ ഇവർ കണ്ടോ ചെയ്തു കൂട്ടുന്നത്, ഇവർ എൻ്റെ മോളുടെ ഡിവോഴ്സ് നടക്കാതെയാണ് വേറൊരു പെണ്ണിനെ കൊണ്ട് ഇവരുടെ മോൻ്റെ കല്യാണം നടത്താനായിട്ട് ഇവർ നിശ്ചയിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും താൻ മിണ്ടാതിരിക്കടോ, തന്നോടുള്ള അനുകമ്പ കൊണ്ടൊന്നും അല്ല ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. എനിക്കൊരു പരാതി കിട്ടി, ആ പരാതി കിട്ടിയതിനെ തുടർന്ന് മുഖം നോക്കാതെ നടപടി എടുക്കും ഞാൻ, അതുകൊണ്ട് തന്നെ വന്നതാ, അല്ലാതെ താൻ പറഞ്ഞ ഉടനെ തന്നെ ഓടി വന്നതല്ല ഞാൻ. മുത്തശ്ശ എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ, ഈ നിശ്ചയം ഇവിടെ നടത്താനായിട്ട് പാടില്ല. ഇത് കേട്ട ജലജയാണെങ്കിൽ, എന്തിനാച്ച നോക്കി നിൽക്കുന്നത്? മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ആ നിശ്ചയം അങ്ങോട്ട് നടത്തച്ച എന്ന് പറയുമ്പോൾ, വേണ്ട, ഈ നിശ്ചയം ഇവിടെ നടക്കണ്ട എന്ന് മുത്തശ്ശനും പറയാ. മുത്തശ്ശൻ്റെ ആ ഒരു തീരുമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനി സന്തോഷത്താൽ മതി മറന്നു നിൽക്കുന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ അവന്തികയാണെങ്കിൽ ആകെ പേടിച്ച് കിറങ്ങി വല്ലാത്തൊരവസ്ഥയിൽ. അങ്ങനെ നമ്മുടെ വേണുവിനോടൊക്കെ വേണു വീണ്ടും അനാവശ്യ കാര്യങ്ങളെല്ലാം പറയാണ്. ഈ നിശ്ചയം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല, ഞങ്ങൾക്കും ജീവിക്കണം, ഞങ്ങൾക്കും പൈസ വേണം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, എടാ വേണു, നീ ഒരു നിമിഷം പോലും നീ ഇവിടെ നിന്ന് പോരുത്, ഇറങ്ങടാ പുറത്ത്. നീ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിലേ ഞാൻ കുറച്ചങ്ങോട്ട് പൈസ മുടക്കും. അങ്ങനെ പൈസ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീയും നിന്റെ ഭാര്യയും നിന്റെ മകളും അതിൻ്റെ വീടിൻ്റെ ഉള്ളിലേ കത്തി എരിയും, പറഞ്ഞ മനസ്സിലായല്ലോ, ഇറങ്ങിപ്പോടാ. അങ്ങനെ നമ്മുടെ വേണു അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ ഈ അവന്തിക ഭയങ്കര കരച്ചില്ല, ഇങ്ങനെ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥ നിൽക്കുക. മുത്തശ്ശി പറയണത് ഇദ്ദേഹം നോക്കിക്കണ്ടേ, അവന്തിക മോള് കരയുന്നു എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി നേരെ അവന്തിയുടെ അടുത്ത് ചെല്ലുകയാണ്. മോളെ അവന്തിക നീ സങ്കടപ്പെടണ്ട, ഈ നിശ്ചയം മുടങ്ങിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ നിശ്ചയം നടക്കും. അതേപോലെ തന്നെ അനി നിന്റെ കഴുത്തിൽ തന്നെ താലി കെട്ടുള്ളൂ, നീ ഈ കുടുംബത്തിൽ മരുമകളായിട്ട് തന്നെ വരും. നന്ദു പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ?
അപ്പോൾ ഈ നവീനും പറയാണ്, അതെ ചില കേസൊക്കെ എനിക്കും അറിയാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, പറ എന്നാൽ പിന്നെ നവീനേട്ടാ, ഈ നിശ്ചയം നടത്തുന്നത് ഉചിതമായ കാര്യമാണോ, ഇത് കുറ്റകരമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നവീനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ നവ്യക്കും ഭയങ്കര ഇങ്ങനെ സന്തോഷമാകുകയാണ്. അപ്പോൾ ഇവർക്ക് വാക്ക് കൊടുക്കുകയും ചെയ്യണം മുത്തശ്ശനോ, ഉറപ്പായിട്ടും നിങ്ങളുടെ കല്യാണം നടന്നിരിക്കും, ഈ വീട്ടിലെ മരുമകളായിട്ട് മോള് തന്നെ ഉണ്ടാകും ഇവിടെ തന്നെ, മോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട. അപ്പോൾ നന്ദുവിന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒരു വിഷമം തോന്നുകയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും മുത്തശ്ശൻ ഇങ്ങനെ തന്നെയാണല്ലോ പറയുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനി ഈ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ചുറ്റുപാടിങ്ങനെ നോക്കുക. ഭയങ്കര സന്തോഷം അനിക്ക്. പക്ഷേ അത് നമ്മുടെ അനിയുടെ സ്വപ്നമായിരുന്നു ഈ നിശ്ചയം മുടങ്ങിയത്. അത് അനിയുടെ വെറും ഒരു സ്വപ്നമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കഥയിലെ വമ്പൻ ട്വിസ്റ്റ്. അപ്പം അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ദേവയാനി ചായയായിട്ട് വരിക. അപ്പം ദേവയാനി ചായയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും, ഇതെന്താണ്, ആഹാ നിശ്ചയം നടത്താനുള്ള ചെറുക്കനാണോ ഈ കിടന്ന് ഉറങ്ങുന്നത്, എന്താണ് ചെറുക്ക നീ ഡ്രസ്സൊന്നും മാറാതെ കിടന്നിങ്ങനെ ഉറങ്ങുവാണോ എന്നൊക്കെ പറയാണ്. അയ്യോ വല്യമ്മേ, അതിന് നിശ്ചയം മുടങ്ങിയില്ലേ? മുടങ്ങിയെന്നോ? നീ എന്തൊക്കെയാടേ പറയുന്നത്? അങ്ങനെ നിശ്ചയം മുടങ്ങും? നിശ്ചയം നടന്നിട്ടില്ലല്ലോ, അതിനു മുമ്പ് മുടങ്ങാനായിട്ട് പോവാണോ? നീ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ നോക്ക് ചെറുക്ക എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടുന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ അനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടും കലി വരികയാണ്. ശരി, ഞാൻ കണ്ടത് ഒരു സ്വപ്നമായിരുന്നോ? പക്ഷേ എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. എനിക്ക് നിശ്ചയത്തോട് യാതൊരു താല്പര്യമില്ല. ഞാൻ സ്വപ്നം കണ്ടാലും അല്ലെങ്കിലും ഈ നിശ്ചയം നടക്കാനായിട്ട് പാടില്ല. ഈ സമയം തന്നെ ആദർശും നയനയും ഒക്കെ അവരെല്ലാം ഒരുങ്ങി ഇങ്ങനെ നല്ല മിടുക്കരായിട്ട് നിൽക്കുകയാണ്. പക്ഷേ എന്തായാലും എത്രയും പെട്ടെന്ന് നിശ്ചയം നടക്കാനായിട്ട് പോവല്ലേ. അനിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ അനിയുടെ കാര്യത്തെക്കുറിച്ചൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ നമുക്ക് എന്നിങ്ങനെ സംസാരിക്കാം. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അതെ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് താഴത്തേക്ക് വന്നേ എന്ന് പറയാണ്. എന്താടാ, എന്താ കാര്യം, എന്തിനിപ്പോൾ താഴത്തേക്ക് വരുന്നത്? അതുണ്ടെന്നേ കാര്യം, എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ രണ്ടുപേരും താഴത്തേക്ക് ഇറങ്ങി വാ. പിന്നെ വലിയമ്മനോടും വലിയച്ഛനോടൊക്കെ ഞാൻ താഴത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മുത്തശ്ശൻ്റെയും എല്ലാവരുടെയും മെല്ലെ വെച്ച് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. അതിനു വേണ്ടി തന്നെയാണ് താഴത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞത്, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അനി ഭയങ്കര ദേഷ്യത്തിലാണെന്ന് ഇവർക്ക് മനസ്സിലാകുകയും ചെയ്തു. എന്താണ് ആദർശേട്ടാ, ഇവരെന്തെന്നില്ലാത്തൊരു മുഖഭാവമാണല്ലോ കാണുന്നത്. ദൈവമേ, അമ്മ അല്ലെങ്കിൽ സ്വപ്നം കണ്ടെന്നാണ് പറഞ്ഞത്. സ്വപ്നം കണ്ടത് അനിയുടെ നിശ്ചയം മുടങ്ങിയതായിട്ടാണ് അമ്മ സ്വപ്നം കണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചായയിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അനി പറയുവാണത്രേ, ഞാൻ നിശ്ചയം മുടങ്ങിയതായിട്ട് സ്വപ്നം കണ്ടു വല്യമ്മേ എന്നും പറയുകയും ചെയ്തു. എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്, മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം. അവനാള് ഇതൊന്നുമല്ല, കാരണം അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇറങ്ങിച്ചെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശനെ കാണിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി എല്ലാവരും വന്നിങ്ങനെ അനിയൻ നോക്കി തന്നെ നിൽക്കുകയാണ്. നിനക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴേക്കും, ഏട്ടനും ഏട്ടത്തെയും കൂടി വരട്ടെ, അതിനുശേഷം പറയാ കാര്യങ്ങളൊക്കെ. അങ്ങനെ ആദർശും നയനയും ദേവയാനിയും ഒക്കെ ഇറങ്ങി വരിക. അത് കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് എന്താ മോനെ പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശ, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നുമില്ല. പിന്നെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഏട്ടനോടും പറഞ്ഞതാണ്. പക്ഷേ ഏട്ടനും അത് കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. പക്ഷെ പറഞ്ഞപ്പോൾ കുറച്ച് വൈകിപ്പോയി. അന്ന് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഏട്ടനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോഴേക്കും ആ MD സ്ഥാനത്ത് എന്നെ കൊണ്ടിരുത്തി. പക്ഷേ അതിനൊരു എതിർപ്പും പറയാതെ അത് ഞാൻ ഏറ്റെടുത്തു. ഞാൻ അവിടെ ഇരിക്കുകയും ചെയ്തു, വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പല സംഭവങ്ങളുണ്ടായി. പിന്നെ അതുമാത്രമല്ല, ഈ അനാമികമായിട്ടുള്ള കല്യാണത്തിൻ്റെ സമയത്തും മുത്തശ്ശൻ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എന്നൊക്കെ ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനാണെങ്കിൽ എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു സ്റ്റേഷനിലിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അനാമികയുടെ അച്ഛനും കൂടി സ്റ്റേഷനിലേക്ക് കയറി വരുന്നത്. അപ്പോൾ സ്റ്റേഷനിലേക്ക് കയറി വന്ന് നീയൊക്കെ എന്താണ് ഇവിടെ വന്നത്, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ഇറങ്ങിപ്പോടാ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അയ്യോ മേഡം, ഒരു പരാതി തരാനാണ് വന്നത്. പരാതിയോ? എന്ത് പരാതി? അപ്പോഴേക്കും ഈ അനാമിക ചെന്നിട്ട്, മേഡം ഞങ്ങൾക്ക് അനിയെ കൊണ്ട് പൈസ തരിക്കണം, അനിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് പൈസ മേടിച്ച് തരണം, അവർ നിശ്ചയം നടത്താനായിട്ട് പോയിരിക്കുകയാണ്, ആ നിശ്ചയം മുടങ്ങണം മേഡം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ നന്ദു ആണെങ്കിൽ ഈ അനാമികയുടെ കാരണം അടിച്ച് പൊടിക്കണം. നീ എന്താടി പറഞ്ഞത്? പൈസ മേടിച്ച് തരണമെന്നോ? നിനക്ക് എങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് ഇതൊക്കെ പറയാനായിട്ട് തോന്നി? നാണം ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ്. ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്.
എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ചെറുക്കനല്ലേ അനി. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് ആകാതെ എങ്ങനെയാണ് മാഡം ആ കല്യാണം നടക്കുന്നത്? ഇതും മാഡം മുടക്കി തരണം, ഞങ്ങളുടെ പരാതി സ്വീകരിക്കണം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, പരാതി ആര് തന്നാലും അത് ഞാൻ സ്വീകരിക്കും, അതിനുള്ള നടപടി ഞാൻ എടുത്തിരിക്കും മാഡം, ഞങ്ങൾക്ക് അത്രയും മാത്രം കേട്ടാൽ മതി, അത് പറയാൻ വേണ്ടി മാത്രമാണ് മാഡം വന്നത്. അപ്പോഴേക്കും വേണുവാണെങ്കിലും മാഡം പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു മാഡം. എന്ത് കാര്യം? അതെ, മേഡത്തെ ചിലവരൊക്കെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കാനോ? എന്ത് സ്നേഹിക്കാനായിട്ട്? അതെ, മേഡത്തെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചിലവർ ഇവിടെ ഉണ്ടെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദു ഇറങ്ങിപ്പോടാ സ്റ്റേഷനിൽ നിന്ന്, വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വന്നോളും. ഇവർ രണ്ടുപേരും പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ ഈ വേറൊരു പോലീസുകാരൻ ചോദിക്കുകയാണ്, അല്ല മാഡം ഇനിയിപ്പോൾ നിശ്ചയം മുടങ്ങോ? ആ, നിശ്ചയം മുടങ്ങും. അതാണ് വിധിയെങ്കിൽ അത് തന്നെ സംഭവിക്കും. ഇനി കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. നടക്കട്ടെ, അത് തന്നെ നടക്കട്ടേന്നേ. അപ്പോഴേക്കും ഈ പോലീസുകാരൻ മനസ്സ് ചിന്തിക്കുകയാണ്, ഈ കായ നിശ്ചയം മുടങ്ങിയാലല്ലേ നന്ദു സാറിൻ്റെ ചെക്കനെ കിട്ടുള്ളൂ. എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. എങ്കിൽ പിന്നെ പോടോ. അങ്ങനെ ഇങ്ങ് പോവുകയും ചെയ്യാണ്. അങ്ങനെ നമ്മുടെ അനന്തപുരി കാണിക്കുകയാണ്. അപ്പോൾ അനി ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ വിതുമ്പി നിൽക്കുകയാണ്. അപ്പോൾ അനാമികമായിട്ടുള്ള കല്യാണം നടന്നു. അപ്പോഴും ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എനിക്ക് ഈ കല്യാണം വേണ്ട 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 എന്നൊക്കെ. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറായില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിച്ചത്. അപ്പോഴേക്കും മുത്തശ്ശൻ, എന്താ അനി നിന്റെ സ്വരത്തിനൊക്കെ ഭാവമാറ്റം ഉണ്ടല്ലോ, നിനക്ക് എന്താ പറ്റിയത്? പറയാം മുത്തശ്ശ, എന്നൊന്ന് പറയാനായിട്ട് അനുവദിക്കേ. അപ്പോഴ് ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടി. പക്ഷേ ഞങ്ങളുടെ ജീവിതം ശാശ്വതമായോ? ഇല്ല. അവിടെ തുടങ്ങി പ്രശ്നങ്ങളും കാര്യങ്ങളും. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് കോടതിയുടെ മുൻപാകെ എന്തെല്ലാം അനാവശ്യങ്ങളാണ് അവൾ പറഞ്ഞു കൂട്ടിയത്. കേട്ട ജയനാണെങ്കിൽ അത് പിന്നെ അതൊക്കെ അനാവശ്യമാണെന്ന് കോടതിയിൽ തെളിഞ്ഞല്ലോ മോനെ. പിന്നെന്താ പ്രശ്നം? തെളിഞ്ഞു. പക്ഷേ ആദർശേട്ടനും നയനേട്ടത്തിക്കൊക്കെ എനിക്ക് ആദർശേട്ടനൊക്കെ നന്നായിട്ട് അറിയാം. എനിക്ക് അങ്ങനെ ഒരു പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടാത്തൊരു പ്രകൃതമാണെന്ന്. ഞാൻ ഒരു ലൈൻ കേസിലോ അല്ലെ പ്രണയബന്ധത്തിലോ ഒന്നും ഏർപ്പെട്ടിട്ടില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അങ്ങനെ ഇല്ല. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് കയറി വന്ന ഓരോരോ പെണ്ണ് അത് നന്ദുവാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ നന്ദുവിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് എനിക്കെല്ലാം മറന്നുപോയി. പിന്നെ ഇപ്പതേ അനാമികയായിട്ടുള്ള കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾ. പക്ഷേ എൻ്റെ ഇഷ്ടം അവിടെയും നിങ്ങൾ അന്വേഷിച്ചില്ല. എനിക്ക് അവളെ ഒരു ഭാര്യയായിട്ട് കാണാനായിട്ട് പറ്റില്ല. അവൾ എൻ്റെ ഒപ്പം ചിരിച്ച് കളിച്ച് വളർന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് അവളെ പെങ്ങളുടെ സ്ഥാനത്തെ കാണാൻ പറ്റുള്ളൂ. നന്ദു എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും എൻ്റെ മനസ്സിൽ നന്ദു തന്നെയാണ് മുത്തശ്ശ എന്ന് പറയാ. അതുകൊണ്ട് ഈ നിശ്ചയം ഇവിടെ നടക്കില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനാകെ ഞെട്ടി നിൽക്കുക. എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അതെ, എൻ്റെ മനസ്സിൽ ഓരോരോ പെണ്ണുള്ളു, അത് നന്ദു തന്നെയാണ്. കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് നന്ദുവിനെ കല്യാണം കഴിക്കാനാണ് താല്പര്യം. ആ ഒരു സ്ഥാനത്തേക്ക് വേറൊരു പെണ്ണും കയറി വരുന്നത് എനിക്കിഷ്ടമല്ല. ഈ നിശ്ചയം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കത്തുമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജാനകി പറയണം, നീ എന്ത് വർത്തമാനോടെ പറയുന്നത്? നിശ്ചയം മുടങ്ങാനോ? അമ്മ മിണ്ടല്ലേ അമ്മേ. അമ്മയ്ക്ക് പണവും പദവിയൊക്കെയാണ് താല്പര്യം. പക്ഷേ എനിക്ക് എൻ്റെതായ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും പറയുന്നത് പോലെ ഏതൊരു പെണ്ണിനെയൊന്നും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ്. നന്ദുവിനെ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്ന് വച്ചതേ വിളിച്ച് പറയുകയാണ് അനി. അനന്തപുരി കുടുംബം മുഴുവനും ഞെട്ടിവരച്ചൊരവസ്ഥയിലും കല്യാണ പെണ്ണ് ഒരുങ്ങുകയും ചെയ്തു. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നമ്മുടെ അനി പറയുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ ബൈ.